ജോലിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്നാണ് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അച്ഛൻ കരയുവാണ്. അച്ഛൻ വിഷമിക്കാതെ. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള അച്ഛനെ കളഞ്ഞിട്ട് പോവുമോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ. മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. 85